നമസ്കാരം. ഞാൻ നിലമ്പൂർ ജോയി. അങ്കമാലി അമൃത തിയേറ്റേഴ്സിലെ ഒരു എളിയ കലാകാരനാണ്. അങ്കമാലി അമൃത തിയേറ്റേഴ്സിൽ കഴിഞ്ഞ 2 വർഷമായി ഞാനൊരു ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുകയാണ്. 2025 ഈ കൊല്ലത്തെ ഏറ്റവും പുതിയ നാടകമാണ് പാഠപുസ്തകം. മയക്കുമരുന്നിനും കരിഞ്ചന്തയ്ക്കുമെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ നാടകം ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത്. പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നുപോയ മക്കൾ ഇന്ന് മാതാപിതാക്കൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് പല വീടുകളിലും. അവരെ വൃദ്ധസദനത്തിലും അമ്പലനടയിലും നടതള്ളുന്ന ഈ കാലഘട്ടത്തിൽ അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ നാടകത്തിന്റെ രചയിതാവും ശ്രീ കുര്യനാട് ചന്ദ്രൻ മാഷ്. അതുകൊണ്ട് ആ നാടകത്തിൽ ഒരു എളിയ കലാകാരൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ആ റോളിൽ എന്റെ ഡയലോഗ് ഞാനൊന്ന് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് അങ്കമാലി അമൃതയ്ക്ക് ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സഹകരണവും ഈ എളിയ കലാകാരൻ ഉണ്ടാകണമെന്നും വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ ഡയലോഗ് ഒന്ന് പ്രസന്റ് ചെയ്യുകയാണ്. ശരിയാണോ? ഒക്കത്താ ദൂരത്ത് കിടന്ന പാടത്ത് ഇറച്ചത് കൊയ്തതൊക്കെ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. ഇപ്പൊ മണ്ണിനോടും പ്രകൃതിയോടും മല്ലടിച്ച് 8 മക്കളെ വളർത്തി അവരെ പഠിപ്പിച്ച് സ്കൂളിലും കോളേജിലൊക്കെ ജോലിയും വാങ്ങിക്കൊടുത്തു. അവസാനം പണം കൊയ്യാൻ അവരങ്ങ് അമേരിക്കയിലേക്ക് പറന്നു. കല്ലറയിലേക്ക് എടുക്കും വരെ കൂടെ ഉണ്ടായിരുന്നെന്ന് കരുതിയ കെട്ടിയോളം മക്കളുടെ ഒപ്പം അമേരിക്കയല്ല, അവക്കും അവിടെ സുഖാണ്. ഇപ്പോ എന്നെ ഉന്തിത്തള്ളി നടക്കുന്നത് ഇവരാ, എന്റെ കുമാരൻ. 4 നേരവും ആഹാരം വാങ്ങി വിളമ്പി തരുന്നത് വേലക്കാരിയും, സമയാസമയങ്ങളിൽ വെള്ളവും മരുന്നും എടുത്തു തരുന്നത് ഹോം നേഴ്സ്. ആഴ്ചയിൽ 1 വട്ടം പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോക്കാൻ ഒരു നേഴ്സ് വരും. അങ്ങനെ കരുണ ആശുപത്രിയിൽ നിന്ന് എല്ലാം മക്കൾ ഒപ്പിച്ച് തന്നതാണോ? പക്ഷേ ദോഷം പറയല്ലോ. മക്കൾ വിളിക്കുമ്പോഴൊക്കെ ഈ അപ്പച്ചനെ അവര് അമേരിക്കയിലേക്ക് ക്ഷണിക്കും. എന്തിനാണെന്ന് അറിയാമോ? അവിടുത്തെ പ്രസിഡന്റ് ട്രംപിന് വിത്തുകാളയെ കുറിച്ച് എന്തോ പഠിക്കാനുണ്ടെന്ന്. അയാൾക്ക് പഠിക്കാൻ പറ്റിയ നല്ല കാളയല്ലേ ഞാൻ, ഉഴവ് കാള. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ വെച്ചൊരു മരണം, അതെ ഈ മാണിക്കുഞ്ഞിനെ കൊണ്ട് പറ്റുകയല്ല. വീട് വിട്ടൊരു കൂടുമാറ്റം, അത് ഓർക്കാൻ കൂടി വയ്യടോ. അതുകൊണ്ട് ഞാനിപ്പോ പാസ്പോർട്ടും NOC ഒക്കെ എടുത്തു വെച്ചിരിക്കുക. വിസ വരുന്ന താമസം ഈ മാളികയിൽ മാണിക്കുഞ്ഞൊക്കെ പോകണോ?